ആദരണീയായ അധ്യക്ഷ, ബഹുമാനപ്പെട്ട MLA ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ശ്രീ KS സുനിൽകുമാർ, ശ്രീ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, ശ്രീ അജിത് കുമാർ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മറ്റ് നേതാക്കളെ, ഇന്ന് സാമൂഹ്യ നീതി ദിനമാണ്. അതിൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് നാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ എല്ലാ മനുഷ്യരും തുല്യനീതിയും അവസരങ്ങളും ഉണ്ടാകുമ്പോഴാണ് ആ ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത്. പലവിധ കാരണങ്ങൾ കൊണ്ട് സമൂഹത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകളെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഗവൺമെൻറ് ഒരു സാമൂഹ്യ നീതി വകുപ്പ് തന്നെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എല്ലാ മനുഷ്യർക്കും തുല്യത ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാമൂഹ്യ ബോധം അനിവാര്യമാണ്. കേരളത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ നായകന്മാർ ഉഴുതുമറിച്ചിട്ട് പോയ മണ്ണിൽ ഈ രംഗത്ത് ഏറെ ശ്രദ്ധേയമായി ചുവടുകൾ വെച്ചുകൊണ്ട് കേരളം മുന്നോട്ട് പോയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ദിശാദർശനം നൽകിയ മുമ്പേ നടന്നുപോയ ആളുകളെ സ്മരിക്കുക കൂടി ചെയ്യുകയാണ് ഈ ദിനത്തിൽ നാം അവരോട് നന്ദി കാണിക്കേണ്ടത്. അവരെ കൂടി ഓർമ്മിച്ചുകൊണ്ടാവണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അധ്യക്ഷയായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് ശ്രീമതി MV ജയ ഡാളി. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന മുതിർന്ന ആളുകൾ കേട്ടിട്ടുണ്ടാവും. ഈ കൊച്ചു പെൺകുട്ടിയായിരുന്ന സമയത്ത് 84 ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുള്ള ഒരു പൊതു തെരഞ്ഞെടുപ്പ്, അന്ന് സ്വന്തം പിതാവ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ വിൽസൺ അവരുടെ കൈപിടിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരികയും അന്നത്തെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അനൗൺസ്മെന്റ് നടത്തി ആ മുഴങ്ങുന്ന ശബ്ദം ഒരുപാട് ശ്രദ്ധിച്ച ഒരു പെൺകുട്ടിയായിരുന്നു. തൻ്റെ പരിമിതികളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വയം പര്യാപ്തതയിലേക്ക് എങ്ങനെയാണ് നടന്നു കയറാൻ സാധിക്കുക, ഇച്ഛാശക്തിയോടെ പ്രകൃതിയോ അല്ലെങ്കിൽ കാലമോ ഒക്കെ ഏൽപ്പിച്ച ആഘാതങ്ങളെ അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒടുങ്ങാത്ത ആ കരുത്ത് സ്വന്തം ജീവിതത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തെ അനസ്യൂതമുള്ള ഒരു പോരാട്ടമാക്കി മാറ്റിയ ഒരു പ്രവർത്തകയാണ് അഡ്വക്കേറ്റ് MV ജയ ഡാളി. കോൺഗ്രസിൻ്റെ പ്രവർത്തകയായി ആരംഭിച്ച പൊതുജീവിതം ഒറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ചിന്ത എനിക്കറിയില്ല.
കുറച്ചു കാലത്തിന് ശേഷം 2011 ശേഷം ഇടതുപക്ഷത്തേക്കാണ് തൻ്റെ പ്രവർത്തന മേഖല കണ്ടെത്തിയത്. ഇന്ന് സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ്റെ അധ്യക്ഷയാണ്. ഒരു ഉദാത്തമായ മാതൃകയാണ് സാമൂഹ്യനീതി ദിനം ആചരിക്കുമ്പോൾ നമുക്ക് അധ്യക്ഷയായി കിട്ടിയിട്ടുള്ളത്. എല്ലാ സ്നേഹ ആദരവുകളോടെ ഈ വേദിയിലേക്ക് ശ്രീമതി MV ജയ ഡാളി അവരുകളെ ഞാൻ സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ IB സതീഷ് MLA ഒരുപക്ഷെ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാട്ടാക്കട നിയമസഭ മണ്ഡലത്തിലെ MLA ആണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ SFIയിലൂടെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി, DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി, അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അംഗമായി, പിന്നീട് MLA ആയി. തിരുവനന്തപുരത്തെ സജീവമായ രാഷ്ട്രീയ സാമൂഹ്യ വേദികളിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ഉടനെ ഇവിടെ എത്തിച്ചേരും. IB സതീഷ് MLAക്ക് ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ് ഈ വേദിയിൽ. ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ KS സുനിൽകുമാർ. RFP കേന്ദ്ര കമ്മിറ്റി അംഗം, മിനിമം വേജസ് ബോർഡ് ഉപദേശക സമിതി അംഗം. അർത്ഥവത്തായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ KS സുനിൽകുമാർ അവരുകളെ നിറഞ്ഞ സന്തോഷത്തോടെ ഹാർദമായി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മശ്രീ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി. തിരുവനന്തപുരത്ത് കേരളത്തിലെ എന്നല്ല ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെ മുന്നേറ്റ നിരയിലും കേൾക്കുന്ന പേരാണ്. കഴിഞ്ഞ വർഷം വെള്ളായണി ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യവഹാരങ്ങളിൽ ഹൈന്ദവ പക്ഷത്ത് നിന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പോകുവാനും ആ കേസ് വിജയിപ്പിക്കുവാനും ഒക്കെ നേതൃത്വം കൊടുത്തയാൾ. ഈ 2 നാൾ മുമ്പ് ശംഖുമുഖം ആറാട്ട് കടവിലുള്ള ആറാട്ട് മണ്ഡപത്തെ അറിഞ്ഞോ അറിയാതെയോ മലീമസപ്പെടുത്തിയ ചില സംഭവങ്ങളുണ്ടായി. അതിനെതിരായി ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തുകൊണ്ട് അത് സംരക്ഷിക്കപ്പെടണം, പൂർവ്വസൂരികൾ നമ്മുടെ മുമ്പിൽ വെച്ച അത്തരം മൂല്യമുള്ള കാര്യങ്ങളെ, പുരാവസ്തുക്കളെ, രേഖകളെ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമയുദ്ധം നടത്താൻ അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം അഖില തന്ത്രി പ്രചാരക് സഭയുടെ ദേശീയ ചെയർമാനാണ്. അദ്ദേഹത്തെ ഞാൻ സസന്തോഷം ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ACV ബ്യൂറോ ചീഫ് ശ്രീ LS അജിത് കുമാർ ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷ. അദ്ദേഹത്തെ ഞാൻ സവിനയം സസന്തോഷം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിക്കാൻ എത്തും എന്ന് പ്രതീക്ഷിക്കുന്ന ശ്രീമതി ഷീജ വേണുഗോപാൽ അമ്മ ഹോം കെയറിൻ്റെ ചുമതലക്കാരിയാണ്. ആ മേഡത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ സദസ്സിലിരിക്കുകയാണ്. ശ്രീ രഞ്ജിത്ത് രാജൻ, രഞ്ജിത്ത് ആംബുലൻസ് സർവീസ്, തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല.
എവിടെയാണ് ഒരു ചെറിയ അപകടം നടക്കുന്നത്, അനിവാര്യമായി വന്നുപെടുന്ന ആപത്ഘട്ടങ്ങളിൽ ഒരു ചെറിയ ഫോൺ കോൾ കൊണ്ട് രക്ഷാദൂതനായി എത്തുന്ന വലിയ ഒരു മനുഷ്യസ്നേഹിയുടെ പ്രവർത്തനം, അതാണ് രഞ്ജിത്ത് ആംബുലൻസ് സർവീസ് എൻ്റെ CEO രഞ്ജിത്ത് രാജൻ. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. അബ്ദുൽ സലാം, സംഗമം ഗ്രൂപ്പ് MD, കഴിഞ്ഞ കുറേ കാലത്തെ തിരുവനന്തപുരത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ശ്രീ സലാം സാർ സജീവ സാന്നിധ്യമാണ്. നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. സലാം സാറിനെയും ഞാൻ ഈ വേദിയിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. നന്ദി പ്രകാശനം നടത്തുന്ന സുനിൽ S, ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിരവധി പേരെ സാമൂഹ്യ പ്രവർത്തനം നടത്തി കേരളത്തിൻ്റെ ആ സാമൂഹ്യ നീതിയെ സ്വജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള പലരും ഈ വേദിയിൽ വന്നിട്ടുണ്ട്. അവരൊക്കെ ആദരിക്കപ്പെടുന്നുണ്ട്. ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുള്ള എല്ലാവരെയും, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ട് എല്ലാവരെയും സവിനയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സാമൂഹ്യ നീതി ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മളേവരും പ്രതീക്ഷിക്കുന്ന കാട്ടാക്കടയുടെ ആദരണീയനായ MLA ശ്രീ IB സതീഷ് അവരുകൾ, വിശിഷ്ടാതിഥിയായി ഈ വേദിയിൽ കൂടെയുള്ള RSP കേന്ദ്ര കമ്മിറ്റി അംഗം, മിനിമം വേജസ് ബോർഡ് ഉപദേശക സമിതി അംഗവുമായിട്ടുള്ള ഏറെ ആദരണീയനായ KS സുനിൽകുമാർ അവരുകളെ, ദേശീയ ചെയർമാൻ അഖില തന്ത്രി പ്രചാരക് സഭയുടെ ദേശീയ ചെയർമാൻ ശ്രീ ബ്രഹ്മശ്രീ ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി അവരുകളെ, ACB ബ്യൂറോ ചീഫ് ശ്രീ LS അജിത് കുമാർ, ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ള അമ്മ ഹോം കെയർ ഷീജ വേണുഗോപാൽ, രഞ്ജിത്ത് ആംബുലൻസ് സർവീസിൻ്റെ CEO ശ്രീ രഞ്ജിത്ത് രാജൻ, സംഗമം ഗ്രൂപ്പ് MD ആദരണീയനായ അബ്ദുൽ സലാം, മനുഷ്യാവകാശ പ്രവർത്തകൻ ശ്രീ സുനിൽ S, എൻ്റെ മുന്നിലായിരിക്കുന്ന ആദരവ് ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഇതിൻ്റെ സംഘാടകരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉദ്ഘാടകൻ അധികം താമസിയാതെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗികൻ നമ്മളെ എല്ലാവരെയും ഒരുപാട് വർണ്ണിച്ചുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായ സ്വാഗതവും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അധ്യക്ഷ പ്രസംഗം അധികം നീട്ടിക്കൊണ്ടു പോകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഇന്ന് സാമൂഹ്യ നീതി ദിനമാണ്. 2017 മുതലാണ് ഐക്യരാഷ്ട്രസഭ ഫെബ്രുവരി 20 ലോക സാമൂഹ്യ നീതി ദിനമായി ആചരിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാലദേശ ഭാഷ വ്യത്യാസങ്ങൾക്ക് അതീതമായി അതിപുരാതന കാലം മുതൽ ഈ ആധുനിക കാലത്തും നിർധനരും നിരാലംബരുമായ മനുഷ്യർ പലവിധത്തിലുള്ള അടിമത്തങ്ങളും ചൂഷണങ്ങളും അനീതികളും അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നഗ്ന സത്യമാണ്. എന്നാൽ ജനാധിപത്യ ഭരണക്രമത്തിലൂടെ ആ ഒരു അവസ്ഥയ്ക്ക് ഏറെക്കുറെ വലിയ അളവിൽ തന്നെ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കുറേയേറെ പദ്ധതികളും പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ നടപ്പിലാക്കാനും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഭരണ സംവിധാനത്തിനൊക്കെ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നീതിയും അനീതിയും തമ്മിലുള്ള ആ ഒരു അവസ്ഥ ലോകത്ത് ഇന്നും ഏറ്റവും പ്രകടമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളത് മനുഷ്യസ്നേഹികളായിട്ടുള്ള ഏതൊരു മനുഷ്യനെയും ഏറെ വേദനിപ്പിക്കുന്ന കാര്യമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. പത്രം വായിക്കാൻ പേടിയാണ്, വാർത്ത കേൾക്കാൻ പേടിയാണ്. ഓരോ ദിവസവും പുലരുന്നത് ഓരോരോ ദുരന്ത വാർത്തകളുമായിട്ടാണ്. മനുഷ്യർക്ക് മനുഷ്യനെ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സഹായിക്കാനോ സാധിക്കുന്നതിനപ്പുറത്തേക്ക് ഓരോ മനുഷ്യനും ഏതെല്ലാം തലങ്ങളിൽ എവിടെയൊക്കെയാണ്
അടിച്ചമർത്തലുകളും വിവേചനങ്ങളും ചൂഷണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. അത് ജാതിയുടെ പേരിലാണെങ്കിൽ, മതത്തിൻ്റെ പേരിലാണെങ്കിൽ, സമ്പത്തിൻ്റെ പേരിലാണെങ്കിൽ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ഭാഷയുടെ, പ്രാദേശികതയുടെ ഒക്കെ പേരിൽ ഈ ലോകത്ത് വളരെയേറെ സംഘർഷങ്ങളും അതുപോലെ തന്നെ യുദ്ധക്കെടുതികളും ഒക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ സാമൂഹിക നീതിയെക്കുറിച്ച് ഓരോ ദിനാചരണങ്ങളും നടത്തുന്നത്. അപ്പോൾ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും സമാധാനം സ്ഥാപിക്കാനും ഒക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് അത്തരം കാര്യങ്ങളിൽ സമൂഹത്തിലെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഓരോ ദിനാചരണങ്ങളും നടത്തുന്നത് പോലെ സാമൂഹ്യ നീതി ദിനവും നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നീതിക്ക് പല നിർവചനങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പല സാഹചര്യങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ നീതിക്ക് അർത്ഥവും അതിൻ്റെ നിർവചനവും വ്യത്യസ്തപ്പെട്ട് വരുമെന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു നീതി എന്ന് പറയുന്നത് ഭാര്യ, ഭർത്താവ്, മക്കൾ അവർ തമ്മിലുള്ള പരസ്പര ധാരണയുടെയും ആ ഒരു ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെയും അടിത്തറയിൽ രൂപപ്പെട്ട് വരേണ്ടതാണ്. അവിടെ ഭാര്യയും ഭർത്താവും തമ്മിലും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലും ആ ഒരു ഊഷ്മളതയും സ്നേഹബന്ധവും നിലനിൽക്കുന്നില്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക, ശാരീരിക സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ, സാമ്പത്തികമായ ഉന്നതിയുള്ളവരും അതിൽ അല്പം കുറഞ്ഞു പോയവരും തമ്മിൽ കുടുംബത്തിൽ തന്നെ വിവേചനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെങ്കിൽ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അനീതി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ലോകത്ത് പല ഭാഗങ്ങളിലും എത്രയോ മനുഷ്യർ അവർ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവർ ചെയ്യാത്ത പല അവരൊരു തെറ്റും ചെയ്യാതെ തന്നെ നിരവധിയായിട്ടുള്ള ദുഃഖങ്ങളും വേദനകളും അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉദ്ഘാടകൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ പോകേണ്ടതുണ്ട് എന്ന് സംഘാടകർ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് ദീർഘമായിട്ട് തന്നെ സംസാരിക്കില്ല. അതാദ്യമേ ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ് ഞാൻ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമുക്കറിയാം, യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലം, ജനിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ അവർ അനീതി അനുഭവിക്കുന്നുണ്ട്. ഈ ലോകത്ത് ജനിക്കാനും ജീവിക്കാനുമുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുണ്ട്. സമാധാനത്തോടെ സൗഭാഗ്യത്തോടെ ജീവിക്കേണ്ട എത്രയോ മനുഷ്യർ രാഷ്ട്ര നേതാക്കന്മാരുടെ ദുരകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു യുദ്ധ താല്പര്യങ്ങൾ കൊണ്ട് അനീതിയും അടിച്ചമർത്തലുകളും അകാല മരണങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയോ പേർ ശാരീരിക അതികഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട്, പട്ടിണി അനുഭവിക്കുന്നുണ്ട്, ചൂഷണങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലോകക്രമത്തിൽ നമ്മൾ എത്രയും സുരക്ഷിതമെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ, ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭാഗ്യകരമായ അവസ്ഥയാണ് എന്നുള്ളത് എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. സാമൂഹ്യ നീതി എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി ദുർബലരെയും നിരാലംബരെയും ഒക്കെ കൈത്താങ്ങുന്ന നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുകയാണ്. വനിതകൾക്കും ശിശുക്കൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വയോജനങ്ങൾക്കും വേണ്ടിയൊക്കെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നുണ്ട്. എന്നാൽ ഒന്നും പൂർണ്ണമായിട്ടില്ല. ഇന്നും ആ മേഖലകളിലെല്ലാം ഇത്രയും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന സമയത്തും അതിനകത്തും പല അർഹതപ്പെട്ടവരുടെയും കരങ്ങളിൽ പലതും എത്തിപ്പെടുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥ, അവരുടെ നിരാശ, വേദനയൊക്കെ ഉണ്ട്. അതൊക്കെയും പരമാവധി പരിഹരിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരിലേക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നീതിയുടെയും അനുഭവം കരഗതമാക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ളതാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. മനുഷ്യരെ സ്നേഹിക്കുന്ന, സാമൂഹ്യ നീതിയിൽ വിശ്വസിക്കുന്ന, സാഹോദര്യ ബോധം ഉള്ളിൽ പേറുന്ന ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ഈ ദിവസം ആ ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകാമെന്ന് മാത്രം പറയുകയാണ്. മാത്രമല്ല, നമുക്ക് നമ്മളറിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സമീപത്തുള്ള ഒരു മനുഷ്യനെയെങ്കിലും കൈത്താങ്ങാൻ, സഹായിക്കാൻ കഴിയുന്ന അവസരങ്ങൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കൂടെ കഴിയട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തോടെ, ആശംസകളോടെ ഈ പരിപാടിയുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് ആദരണീയനായ IB സതീഷ് MLA ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ഈ യോഗത്തിൻ്റെ അധ്യക്ഷ, സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള എനിക്ക് സഹോദരതുല്യയായ ശ്രീമതി MP ജയഡാളി, പ്രിയ സുഹൃത്ത് മിനിമം വേജസ് ബോർഡ് അംഗം ശ്രീ KS സനൽകുമാർ, വേദിയിലുള്ള ശ്രീ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റി, ശ്രീ അജിത് കുമാർ, ഷീജ വേണുഗോപാൽ, രഞ്ജിത്ത് രാജൻ, അബ്ദുൽ സലാം, ശ്രീ സുനിൽ, സ്വാഗതം ആശംസിച്ച ശ്രീ രാജേന്ദ്രൻ, ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, സാധാരണ പല ദിനാചരണങ്ങളും നടക്കുമ്പോൾ നിരവധി പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരുന്നവരാണ് ഞങ്ങളെല്ലാം. പക്ഷേ സാമൂഹ്യ നീതി ദിനത്തിൽ ഇന്ന് ക്ഷണിക്കപ്പെട്ടത് ഈ ഒരു ചടങ്ങിൽ മാത്രമാണ് എന്നുള്ളത് അതെന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു യാത്രയിൽ ഉടനീളം. സാമൂഹ്യ നീതി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും മറ്റു സംഘടനകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം മാത്രമായി മാറിയിട്ടില്ലേ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും ഇക്വാലിറ്റി ഉറപ്പുവരുത്തുന്ന രാജ്യമാണ്, തുല്യത പ്രഖ്യാപിക്കുന്ന രാജ്യമാണ്. ആ തുല്യത എന്നത് നമ്മൾ പറയാറുള്ളത് പോലെ ഏട്ടിലെ പശു പുല്ലു തിന്നാറില്ലല്ലോ. ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യത, ആ തുല്യത എന്ന ആശയത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാത്ത എത്രയോ സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത്. നാലുകാലിൽ നടക്കുന്ന വാലുള്ള കുരങ്ങനിൽ നിന്ന് സ്മാർട്ട് ഫോൺ കയ്യിൽ പിടിച്ച് നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്ത്, ടെക്നോളജിയുടെ വിസ്ഫോടനത്തിൻ്റെ കാലത്ത് ജീവിക്കുമ്പോഴും മനുഷ്യൻ എന്ന സംജ്ഞ, ആ കാഴ്ചപ്പാടിനോട് നീതി പുലർത്താൻ ആവുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും നമ്മുടെ തർക്കങ്ങൾ, നമ്മുടെ സംവാദങ്ങൾ വിവാദങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ അങ്ങനെയൊരു പ്രലോഭനത്തിൻ്റെ മലക്കണ്ണികളിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു നിയമസഭാ പ്രസംഗം, ആ നിയമസഭാ പ്രസംഗത്തിൽ ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ ഊന്നി നിന്ന് സംസാരിക്കേണ്ടി വരുന്നത്, അങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന ഒരു നിയമസഭാ സാമാജികന് പിറ്റേ ദിവസം പത്രത്തിൽ ഇടം കിട്ടിയെന്ന് വരില്ല. അതേസമയം അവസരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഉപമയും ഉൾപ്രേക്ഷയും കലർത്തി ഒരടിയടിച്ചാൽ പിറ്റേ ദിവസം വെണ്ടയ്ക്ക തലക്കെട്ട് കിട്ടും. അപ്പോൾ വാർത്തകൾ സ്വാധീനിക്കപ്പെടുന്ന, വാർത്തകൾക്ക് വേണ്ടി പ്രവർത്തിക്കപ്പെടുന്ന ഒരു പൊതുജീവിതത്തിൻ്റെ പശ്ചാത്തലം നമ്മുടെ നാട്ടിലൊക്കെയുണ്ട്. അതിനിടയിൽ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഇവിടെ പലതരത്തിൽ, ഇപ്പോൾ ഞാനെല്ലാം നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ദിവസങ്ങളിലൊന്നിലാണ് MLA-മാരുടെ യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വോട്ടിനപ്പുറം ചില കാര്യങ്ങളിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിലൊന്ന് ഭിന്നശേഷിക്കാരുടെ ദൈന്യത. ഭിന്നശേഷിക്കാരായ മക്കളുള്ള അച്ഛനമ്മമാരുടെ, മാതാപിതാക്കളുടെ സങ്കടം, അതിനൊരു പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നിങ്ങൾക്ക് നടത്താൻ ഉത്തരവാദിത്വമുണ്ട്. കേരളം മറ്റൊരു സാമൂഹ്യ പ്രശ്നത്തെ നേരിടുകയാണ്. നമ്മളെല്ലാം പറയുന്നത് പോലെ ഷഷ്ടിപൂർത്തി പണ്ട് വലിയ ആഘോഷമായി
ആഘോഷിച്ചിരുന്ന നാടായിരുന്നു നമ്മുടെ നാട്. ഇന്ന് ആരും ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നില്ല. ശരാശരി ആയുർദൈർഘ്യ നിരക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ വൈകുന്നേരങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്. ഈ കഴിഞ്ഞ 4-5 മാസക്കാലത്തിനിടയിൽ സമാനമായ ചില കോടതി വിധികളുണ്ടായിരിക്കും. വാർദ്ധക്യകാലത്ത് മക്കളെ അച്ഛനമ്മമാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആൺമക്കൾക്കുണ്ട് എന്നൊരു കോടതി. ഒറ്റപ്പെട്ടു പോകുന്ന വാർദ്ധക്യങ്ങളെ കരുതലോടെ കാക്കാൻ മക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് മറ്റൊരു കോടതി. അപ്പോൾ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ തേടി പോകുന്നതിനിടയിൽ നമ്മുടെ തുടക്കം എവിടെയാണ് എന്ന് നമ്മൾ മറക്കുന്ന ഒരു സാഹചര്യം. അത് ഇന്ത്യൻ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് വേണ്ടി ചേർന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള തർക്കങ്ങളും സംവാദങ്ങളും ഒക്കെയുണ്ട്. ആ തർക്കങ്ങളും സംവാദങ്ങളിലേക്കും നമ്മളൊരു അക്കാദമിക ബുദ്ധിയോടെ കടന്നുപോയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇൻറ്റൻഷൻ ഓഫ് ലെജിസ്ലേഷൻ, ഒരു നിയമനിർമ്മാണത്തിൻ്റെ ചേതോവികാരം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മുന്നിൽ കാണുന്ന പലതും ആ നിയമനിർമ്മാണത്തിൻ്റെ ചേതോവികാരത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഈ പശ്ചാത്തലത്തിലാണ് സാമൂഹ്യ നീതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയൂന്നേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമുക്ക് അതിന് കഴിയാറില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മൾ അതിനെ അതിജീവിച്ചു എന്ന് പറയുന്നു. കേരളം ഒരു സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലമുള്ള, അതിനൊരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അവിടെ നിന്ന് കേരളം ഒട്ടേറെ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഇന്ത്യയിൽ ഇപ്പോഴും ആ ഇരുളടഞ്ഞ നൂറ്റാണ്ടിൽ കേരളം നിലനിന്നിരുന്ന, സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചിരുന്ന ആ കാലത്തിൻ്റേതിനു സമാനമായ സാഹചര്യം പലയിടത്തും നിലനിൽക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നീതി നിഷേധിക്കപ്പെടുന്നവർ, അതോടൊപ്പം നഗരജീവിതത്തിൻ്റെ, ഗ്രാമജീവിതത്തിൻ്റെ, ദൈനംദിന ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട്. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഇരകളായി മറ്റു മനുഷ്യരെപ്പോലെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അപ്പോൾ വളരെ സങ്കീർണമായ ഒരു ലളിത ഗണിത സമവാക്യം പോലെ, സൂത്രവാക്യം പോലെ നിർദ്ധാരണം ചെയ്യാൻ പറ്റാത്ത നിരവധി പ്രശ്നങ്ങൾ ചേർന്ന സങ്കീർണമാക്കപ്പെട്ട ഒരു വിഷയമാണ് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത്. അപ്പോൾ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ആരംഭിക്കേണ്ടത് സംവാദങ്ങളിലൂടെയാണ്. ആ സംവാദങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആശയങ്ങൾക്ക്, ആ ആശയങ്ങൾ ഒരു ശക്തിയായി, ഒരു പ്രവർത്തന പദ്ധതിയായി മാറുമ്പോഴാണ് നമുക്ക് സാമൂഹ്യ നീതി എന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ലക്ഷ്യത്തിലേക്ക് ചുവടുവയ്ക്കാനാകുന്നത്. അത്തരം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനാവശ്യമായ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഈ സാമൂഹ്യ നീതി ദിന ആഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് മലയാളം ന്യൂസ് നെറ്റ്വർക്ക്സ് നടത്തുന്ന ഈ ശ്രമത്തിന് ചെറുതെങ്കിലും വളരെ അർത്ഥമുള്ളതാണ്, വളരെ പ്രാധാന്യമുള്ളതാണ് ഈ ശ്രമം. ഈ ശ്രമത്തിന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ച് ഔപചാരികമായി ഈ സാമൂഹ്യ ദിനാചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, അഭിവാദ്യം. ആദരിക്കൽ ചടങ്ങാണ്. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഷീജ വേണുഗോപാൽ.
പൊതുപ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയുമാണ്. അശരണർക്കും അധികൃതർക്കുമായി അമ്മ ഹോം കെയർ എന്ന സ്ഥാപനം നടത്തിവരുന്നു. തിരുവനന്തപുരത്ത് പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന അമ്മ ഹോം കെയർ ഉടമയാണ്. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട പോകുന്നവർക്ക് തണലായി പ്രവർത്തിക്കുന്നു. ഷീജ വേണുഗോപാൽ മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട കാട്ടാക്കട MLA ശ്രീ സതീഷ് സാറിനെ ക്ഷണിക്കുന്നു. സഫീറുദ്ദീൻ A 1.5 വയസ്സിലെ പോളിയോ പിടിപെട്ട ആളാണ്. കഴിഞ്ഞ 13 വർഷമായി 4 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുറ്റമറ്റ രീതിയിൽ ഓൺലൈൻ സേവനം നടത്തി വരുന്നു. സംരംഭകൻ ഡോക്ടർ ജോൺസ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റിലെ മെമ്പറാണ്. ഇന്ന് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കൂടി ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിനെ പുരസ്കാരം ഏറ്റുവാങ്ങാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രഞ്ജിത്ത് രാജൻ, രഞ്ജിത്ത് ആംബുലൻസ്. നിരാലംബർക്കും സാധാരണക്കാർക്കുമായി കുറഞ്ഞ നിരക്കിൽ ആംബുലൻസ് സർവീസ് നടത്തി വരുന്നു. സാമൂഹ്യ സേവന രംഗത്ത് ഉദാത്തമായി മാറുകയാണ് രഞ്ജിത്ത് സാർ. വാഹന അപകടത്തിൽപ്പെട്ട നിരവധി പേരെ പ്രതിഫലിച്ചില്ലാതെ രഞ്ജിത്ത് സാർ സഹായിച്ചിട്ടുണ്ട്. സാറിനെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബ്രഹ്മശ്രീ ഡോക്ടർ ശ്രീരാജ് കൃഷ്ണൻപോറ്റി അഖില തന്ത്രി പ്രചാരക് സഭ ദേശീയ ചെയർമാനാണ്. ബ്രാഹ്മീൺ സർവീസ് സൊസൈറ്റി സംസ്ഥാന ചെയർമാനാണ്. നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രിയും ജ്യോതിഷ പണ്ഡിതനുമാണ്. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ശക്തമായ സാന്നിധ്യമാണ്. നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാനും മികച്ച കലാസംഘാടകനുമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ നമ്മുടെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് സ്വീകരിക്കാൻ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ചടങ്ങിൽ വെച്ച് ജയാഡാളി മാം സർട്ടിഫിക്കറ്റും കൂടെ നൽകുന്നതിനായി മാമിനെയും ക്ഷണിക്കുന്നു. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവരും ഒന്ന് കൈയടിച്ചൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാണ്, പ്ലീസ്. സുനിൽ S കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ ഡയറക്ടർ സ്ഥാനം ലഭിച്ച വ്യക്തി. ഒരുപാട് മേഖലകളിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റി രൂപീകരണവും ജില്ലാ കമ്മിറ്റി രൂപീകരണവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 2024 ഡിസംബറോട് കൂടിയാണ് പൂർത്തീകരിച്ചത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ 3ാം തവണയും ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട സുനിൽ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ C അബ്ദുൽ സലാം കലാ സാഹിത്യ സാംസ്കാരിക ബിസിനസ് സാമൂഹ്യ കാരുണ്യ പ്രവർത്തകൻ, കണ്ണൂരിലെ സംഗമം ഗ്രൂപ്പ് ഡയറക്ടറാണ്. സാമൂഹിക സാംസ്കാരിക രംഗത്ത് കണ്ണൂരിലെ നിറസാന്നിധ്യമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ജലജാമണി അമ്മ ഭിന്നശേഷിയായ മക്കളെ പരിചരിക്കൽ, പേപ്പർ സീഡ് പേന ഉണ്ടാക്കൽ സഹായിക്കൽ, അച്ചാർ നിർമ്മാണം എന്നിവ നടത്തി വരുന്നു. സ്വയം പര്യാപ്ത സമൂഹത്തിന് മാതൃകയായി ജീവിക്കുന്ന ഈ അമ്മയ്ക്ക് ഒരു നല്ല കയ്യടി കൊടുക്കാം. അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
പ്രീത ആർച്ച. കാട്ടാക്കടയിലാണ് വീട്. ജനിച്ച് 2 മാസമുള്ളപ്പോൾ പോളിയോ വന്ന് 2 കാലും വലതു കൈയും തളർന്നു. തുടർന്ന് വിധിയോട് പൊരുതി സ്വന്തമായി ഉയർന്നു വന്നു. പൂമരം വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന കൂട്ടായ്മയിലൂടെ ഒരു പിടി നല്ല മനസ്സുള്ളവരുടെ സഹായത്താൽ ചെറിയ രീതിയിൽ സഹജീവികളെ സഹായിക്കാറുണ്ട്. അജിത് LS ACV ന്യൂസ് ബ്യൂറോ ചീഫാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനാണ്. മികച്ച മാധ്യമ പ്രവർത്തകർക്കുള്ള പുരസ്കാരം സ്വീകരിക്കുന്നതിന് അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. അമേയ പ്രസാദ് ചലച്ചിത്ര താരവും അഭിനേത്രിയുമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എഴുത്തുകാരിയും പ്രഭാഷകയുമാണ്. നിരവധി ചലച്ചിത്രങ്ങളിലും സീരിയലിലും വേഷമിട്ടിട്ടുണ്ട്. സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റി പേയാട് മിണ്ണംകോട് ആസ്ഥാനമാക്കി ശ്രീ വിളപ്പിൽ സോമൻ, ശ്രീ MP ശ്രീധരൻ തുടങ്ങി 14 പേർ ചേർന്ന് രൂപം നൽകിയ സന്നദ്ധ സംഘടനയാണ് സത്യാന്വേഷണ ചാരിറ്റബിൾ സൊസൈറ്റി. മുഖ്യ രക്ഷാധികാരിയായ ശ്രീ ജഗതി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ പിതാവായ ജഗതി NK ആചാര്യയുടെ സ്മരണയ്ക്കായി ഒരു ആംബുലൻസ് സംഭാവനയ്ക്കായി നൽകുകയുണ്ടായി. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും നിർധനരായ കിടപ്പ് രോഗികൾക്ക് ചികിത്സയും മരുന്നുകളും കൂടാതെ ആവശ്യമുള്ളവർക്ക് ആഹാര സാധനങ്ങളും വസ്ത്രങ്ങളും വാട്ടർ ബെഡ്, എയർ ബെഡ് എന്നിവയും നിരാലംബരായവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്നു. പ്രതിമാസം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, രക്തദാന ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയും നടത്തിവരുന്നു. കുമാരി പ്രീത ജെ തോന്നിക്കൽ കുടവൂർ ഭിന്നശേഷി സംരംഭകയാണ്. ജ്വല്ലറി മേക്കിംഗ്, പേപ്പർ, സീഡ് പേനകൾ, പൂക്കൾ നിർമ്മാണം, വീട്ടിൽ കഴുകി ഉണക്കി പൊടിച്ച മുളകുപൊടി, മല്ലിപ്പൊടി, അച്ചാർ, ലോഷൻ, ഡിഷ് വാഷ് എന്നിവ നിർമ്മിച്ചു നൽകുന്നു. പ്രീത മാമിൻ്റെ കൈകൊണ്ടൊക്കെ കുറച്ച് പ്രോഡക്റ്റ്സ് അവിടെ ഡിസ്പ്ലേക്ക് വച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ നേരത്തെ ഞാനത് പറഞ്ഞാണ്, എല്ലാവരും ഒന്ന് മേടിച്ച് മാമിനെ ഹെൽപ്പ് ചെയ്യുക. അടുത്തതായി ശ്രീ KS അനിൽകുമാർ, മിനിമം വേജസ് ബോർഡ് അംഗം, RSP ദേശീയ സമിതി. ഏറെ ബഹുമാന്യയായ അധ്യക്ഷ ശ്രീമതി MB ജയലാളി, പ്രിയങ്കരനായ ഉദ്ഘാടകൻ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ IB സതീഷ് MLA, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേരത്തെ ഇവിടെ പറഞ്ഞ വിശിഷ്യ അതിഥികൾ, അതുപോലെ തന്നെ എൻ്റെ സംഘാടകർ, പ്രിയമുള്ള ഗുരുതുല്യരെ, നേരത്തെ ഇവിടെ അധ്യക്ഷ പ്രാസംഗികയും പ്രിയപ്പെട്ട രാജേന്ദ്രനും അതുപോലെ തന്നെ IB സതീഷും പറഞ്ഞതിലപ്പുറം എനിക്കൊന്നും പറയാനില്ല എന്നുള്ളതാണ്. സാമൂഹ്യനീതി വകുപ്പ് എന്നൊരു വകുപ്പ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും പ്രത്യേകമായ ഒരു വകുപ്പാണ്. ആ സാമൂഹ്യ നീതി വകുപ്പ് പോലും മറന്നുപോയ സാമൂഹ്യ നീതി ദിനാചരണം ഓർമ്മിച്ച മലയാളം ന്യൂസ് നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്
നമ്മുടെ ഈ നീതി, സാമൂഹ്യ നീതിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. കാരണം നമ്മുടെ ലോകത്ത് ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സാമൂഹ്യ നീതി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സോഷ്യലിസം എന്ന് വേണമെങ്കിലും പറയാം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ അന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് ഒരുപാട് ഗവൺമെൻറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ്റുകൾ വരുമ്പോഴും അതെങ്ങും എത്തിച്ചേരാത്ത തലത്തിലേക്ക് മാറുന്നു. കറുത്തവനെതിരായിട്ടുള്ള വലിയ പോരാട്ടം, അവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്ത തലത്തിലുള്ള ചിന്തകൾ, ഭാഷാ വ്യത്യാസത്തോടുകൂടി ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോകുന്ന ഒരു സാമൂഹിക വിപത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആ സാമൂഹിക വിപത്ത് ഈ പറഞ്ഞ സാമൂഹ്യ നീതി നിഷേധിക്കപ്പെടുന്ന തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലേക്ക് അത് മനുഷ്യൻ്റെ ജീവിത അല്ലെങ്കിൽ ശൈലിയിലേക്ക് മാറുന്നു. നീതി നിഷേധിക്കപ്പെടുകയാണ്. പല കാരണങ്ങൾ കൊണ്ട്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ MLAയും അധ്യക്ഷയും പറഞ്ഞതുപോലെ പല കാരണങ്ങൾ കൊണ്ട് നീതി നിഷേധിക്കപ്പെടുകയാണ്. ഒരുപക്ഷെ എൻ്റെ ചിന്തയിൽ നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത് ഒരു ജനാധിപത്യ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ സാമൂഹിക നീതിക്ക് വേണ്ടി പോരാടുന്നത് നമ്മളെപ്പോലുള്ള സംഘടനകളാണ്, സാമൂഹിക സംഘടനകളാണ്. അവരാണ് പാവപ്പെട്ടവൻ ആംബുലൻസ് കൊടുക്കുന്നത്, പാവപ്പെട്ടവൻ അന്നം കൊടുക്കുന്നത്, അംഗപരിമിതരായിട്ടുള്ള ആളുകളെ അവരെ കണ്ടുപിടിച്ച് അവർക്ക് അന്നം കൊടുക്കുന്നത്. അങ്ങനെ വരുന്ന ഒരു നീതി നിഷേധത്തിനെതിരായി നീതി നടപ്പിലാക്കാൻ വേണ്ടി സാമൂഹിക സുരക്ഷ ഏർപ്പാട് ചെയ്യുന്നത് സാമൂഹിക പ്രവർത്തകരാണ്. രാഷ്ട്രീയ പ്രവർത്തകർ പോലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തൊട്ടടുത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു വലിയ സമരം നടക്കുകയാണ്, ആശാ വർക്കർമാരുടെ സമരം. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമരമല്ല, ഒരു സാമൂഹികമായ ഒരു വിപത്തിനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ്. അവിടെ ശമ്പളം കൊടുക്കുവാൻ കാശില്ല എന്ന് പറയുമ്പോൾ 2.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന അതിന് 3.25 ലക്ഷം രൂപയായി കൂട്ടിക്കൊടുക്കുന്നത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ട് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. 2.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിലെ മെമ്പർക്ക് 3.25 ലക്ഷം രൂപ ശമ്പളം കൊടുക്കണം എന്ന് പറയുന്ന അത് നീതിയാണോ? ഇതാണോ നീതി? ഇന്ന് വർത്തമാനകാലത്ത് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒന്നാണ് നീതി നിഷേധിക്കപ്പെടുകയാണ്. ആ നീതി നിഷേധത്തിനെ കുറിച്ച് പറഞ്ഞാൽ മോശക്കാരനാകും. അതാണ് സ്ഥിതി. അത് തള്ളിപ്പറയുന്നതല്ല, പക്ഷേ ചിന്തകൾ വരേണ്ടിടത്ത് ചിന്തകൾ വരണം, ചിന്തിക്കേണ്ട സ്ഥലങ്ങളിൽ ചിന്തിക്കപ്പെടണം, ചർച്ച ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. ആ ചർച്ചയുടെ പരിഹാരം കാണുവാൻ കഴിയുന്നത് അതാണ് നീതി. ആ നീതി നിഷേധിക്കപ്പെടുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രതിഷേധങ്ങൾ വരുന്നത്. പ്രതിഷേധങ്ങൾ ഒരിക്കലും വിപത്തല്ല, പക്ഷേ ന്യായമായ പ്രതിഷേധങ്ങൾ നമുക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നൊരു കാലഘട്ടത്തിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ മേഖലകളിലും ഇതുണ്ട്. തൊഴിലിടങ്ങളിലുണ്ട് നീതി നിഷേധിക്കപ്പെടുകയാണ്. നീതി നിഷേധിക്കപ്പെടുന്ന തൊഴിലിടങ്ങളുണ്ട്, അത് എല്ലാ മേഖലയിലുമുണ്ട്. മാധ്യമരംഗത്തുണ്ട്, സിനിമാ രംഗത്തുണ്ട്, പണിയെടുക്കുന്ന പണിശാലകളിലുണ്ട്. എല്ലാ മേഖലകളിലും നിയമം അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇവിടെ നമ്മളെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെടുത്ത ഈ മലയാളം ന്യൂസ് നെറ്റ്വർക്കിൻ്റെ പ്രവർത്തകരെടുത്തുള്ള ഈ ഉദ്യമം ഏറ്റവും വലിയ ശ്ലാഘനീയമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദൗത്യത്തിന്, ഈ ഉദ്യമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ആശംസകൾ അർപ്പിക്കാൻ ഷീജ വേണുഗോപാൽ, രഞ്ജിത് ലാൽ CEO, ശ്രീ അബ്ദുൽ സലാം സംഗമം ഗ്രൂപ്പ് MD. ബഹുമാനപ്പെട്ട
ഇന്ന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MLA IB സതീഷ്, സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ അധ്യക്ഷയായ നമ്മുടെ MV ജയഡാളി എന്ന അധ്യക്ഷ, നമ്മുടെ ഇന്നത്തെ അധ്യക്ഷ, അവരുടെ ഇവിടെ സദസ്സിലുള്ള ഞാൻ ഓരോരുത്തരായിട്ട് പറയുന്നില്ല, വിശിഷ്ടാതികളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഞാൻ ഒരു കണ്ണൂർക്കാരനാണ്. കണ്ണൂർ, നിങ്ങളൊക്കെ തിരുവനന്തപുരം അടുത്ത സ്ഥലങ്ങളിലാണ്. കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. കണ്ണൂരിൽ നിന്ന് ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളിലായിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെ നാട്ടിലായിരുന്നു നമ്മുടെ ഹൈക്കോടതി ജഡ്ജി കൗസർ, അതുപോലെ മരിച്ചുപോയ മുൻ കേന്ദ്രമന്ത്രി അഹമ്മദ്, ഇങ്ങനെ പല ജഡ്ജിമാരും അതുപോലെ കുറേ കച്ചവടക്കാരും നല്ല നല്ല മനുഷ്യത്വമുള്ള മനുഷ്യന്മാരും അതിജീവിക്കുന്ന നാടാണ് നമ്മൾ കണ്ണൂർ സിറ്റി. പക്ഷേ ഇന്ന് ഇവിടെ നമ്മളെ ശരിക്കും സംസാരിക്കുന്നത് സാമൂഹ്യ നീതി ദിനം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, നമുക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? എവിടെയെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? ആർക്കാണ് നീതി കിട്ടുന്നത്? ശരിക്കും നമ്മുടെ MV ജയഡാളി പറഞ്ഞു കുടുംബത്തിൽ നീതിൻ്റെ കാര്യം. സത്യത്തിൽ അവർ പറഞ്ഞ ഒരു 100% ശരിയാണ്. കുടുംബത്തിൽ നീതിയില്ല. മക്കൾക്ക് അച്ഛൻ്റെ അടുത്ത് നീതി കിട്ടുന്നില്ല, അച്ഛന് മക്കളുടെ അടുത്ത് നീതി കിട്ടുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൽ നീതി കിട്ടുന്നില്ല. അതുപോലെ ഓപ്പോസിറ്റാണല്ലോ. കാരണം ഭർത്താവിന് ഭാര്യയിൽ നീതി കിട്ടുന്നില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൽ നീതി കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മളെ മുമ്പിൽ കണ്ടുവരുന്നത്. അത് നമ്മളെ കുടുംബത്തിലെ പ്രശ്നം. പുറത്തത്തെ സ്ഥിതി ആലോചിച്ച് നോക്കിയാൽ ഇന്ന് അവരവരെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നീതികളെ വെട്ടിക്കൊല്ലുകയാണല്ലോ. കാരണം ഓരോ നമ്മുടെ നാട്ടിൽ പല മതക്കാരുണ്ട്. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, മുസ്ലിം ഉണ്ട്, അങ്ങനെ പലതും. ഏത് മതക്കാർക്കാണ് പൊതുവെ നീതി കിട്ടുന്നത്? അതുകൊണ്ട് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഹിന്ദുവിന് കിട്ടേണ്ട നീതി നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്ന നീതി കിട്ടുന്നുണ്ടോ? ഇല്ല. അതുപോലെ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന നീതി കിട്ടുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ നീതിക്ക് വേണ്ടി പൊരുതുന്നുണ്ട്. പക്ഷേ പൊരുതുമ്പം ജനങ്ങൾക്ക് മനസ്സമാധാനത്തിൽ കൂടി അവരവർക്ക് കിട്ടുന്ന വിധത്തിലുള്ള നീതിക്ക് നമ്മൾ പ്രയത്നിക്കുക. നമ്മുടെ സുഹൃത്ത് പറഞ്ഞ മാതിരി നമ്മൾ നീതിക്ക് വേണ്ടി സമരം ചെയ്യണ്ടേ. നീതി എങ്ങനെയെങ്കിലും നമ്മൾ വാങ്ങിക്കുക, കണ്ടെത്തുക. ഇന്നത്തെ കാലം ഞാൻ നീതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല, എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. കാരണം എന്നെ സംബന്ധിച്ചത് പറയുകയാണെങ്കിൽ ഇന്ന് എല്ലാവർക്കും നമ്മളെ ഇന്ത്യയിൽ ശരിക്കും എല്ലാവരും നീതിപരമായിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ്, കുടുംബം അടക്കം. പക്ഷേ ഇന്ന് ആർക്കും സത്യത്തിൽ എന്നെ ഞാൻ തുറന്ന് പറയുന്നത്, കാരണം നീതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നീതി ഉണ്ടെങ്കിലല്ലേ നമുക്ക് നീതി എന്ന് പറയാൻ പറ്റുമോ? ആർക്കും മര്യാദക്കുള്ള നീതി കിട്ടുന്നില്ല. ഇനി എവിടെയായാലും, ഡിപ്പാർട്ട്മെൻ്റായാലും, കാരണം വീട്ടിലായാലും, നമ്മൾ റോഡിലായാലും, എല്ലാ പ്രശ്നങ്ങൾക്കും നീതി എന്ന് പറഞ്ഞാൽ ഒന്നില്ല എന്ന് ഞാൻ തുറന്നു പറയും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും ഇന്ന് സംസാരിക്കുന്നില്ല. ഈ നീതിനെ പറ്റിയിട്ട് ഇവരൊക്കെ ശരിക്കും സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നിങ്ങളുടെ ഇടയിൽ തിരുവനന്തപുരം എനിക്ക് വന്ന് നിങ്ങളെ കൂടെ ഇന്ന് നീതി ദിനത്തിന് ഒരു അവാർഡ് വാങ്ങിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന വിശിഷ്ടാതികളായിട്ട് അടുത്ത് പെരുമാറാൻ പറ്റിയതിൽ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട്, പിന്നെ അതുകൂടാതെ ഇന്ന് ഇവിടെ നമ്മളെ 1-2 നമ്മുടെ സഹോദരിമാരൊക്കെ ഉണ്ട്. ഭിന്നശേഷി എന്ന് പറയുന്ന എല്ലാവരും പറയുന്നത്. ഭിന്നശേഷി ആരാണ്? നമ്മളാണ്. ഞാൻ ഭിന്നശേഷിയാണ്. ഇതിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ ഭിന്നശേഷിയാണ്. എന്തുകൊണ്ട്?
ഈ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ എന്താ, ഇവർക്ക് ശാരീരികമായിട്ട് കൈക്കോ കാലിനോ എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് ഉണ്ടാവും. പക്ഷെ അവർക്ക് നല്ല ഹൃദയമുണ്ട്, നല്ല മനസ്സുണ്ട്. നമുക്കെന്തുള്ളൂ, നമുക്ക് കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, നല്ല ഹൃദയമുണ്ട്. ഇവരെ പറ്റി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ടോ? ഇല്ല. ചെവി കൊണ്ട് ഇവരെ പറ്റി ഇവരെ വിഷമങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇവരെ പറ്റി നമ്മൾ ഹൃദയം കൊണ്ട് നല്ലത് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഇത് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അവരല്ല ഭിന്നശേഷി, നമ്മളാണ് ഭിന്നശേഷി. അത് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത്. ഭിന്നശേഷി എന്ന് പറഞ്ഞ മക്കൾ, നമ്മളെ സഹോദരി സഹോദരന്മാർ, അവർക്ക് ദൈവം അങ്ങനെ ആണെങ്കിലും നമ്മൾ അവരെപ്പറ്റി ചിന്തിക്കണോ, അവരെപ്പറ്റി മനസ്സിലാക്കണോ, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കണോ. ഇപ്പോൾ 26-ാം തീയതി എറണാകുളം ഒരു ഭിന്നശേഷി മക്കളെ കല്യാണമുണ്ട്. ആ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഞാൻ പോകും. ഞാൻ എവിടെ ഭിന്നശേഷി എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവിടെ പോയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മളെ മക്കൾ നാളെ ഭിന്നശേഷി എന്നുണ്ടാവും. ഈ ഭിന്നശേഷിയായ ആൾക്കാരെ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് നേരത്തെ. കാരണം അവരെത്ര വിഷമിക്കുന്നുണ്ടാവും. ഒരു വീട്ടിലൊരു ഭിന്നശേഷി കുട്ടിയുണ്ടായാൽ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അവരെ ശ്രദ്ധിക്കാനും അവരെ പറ്റി മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെത്ര വിഷമിക്കുന്നു. കാരണം നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഈ മാതാപിതാക്കളെ നമ്മൾ പൂജിക്കേണ്ടത്. കാരണം അവരെ ഈ ഭിന്നശേഷിയായ ഒന്നിനും കഴിയാത്ത ആൾക്കാരെ ഇത്രയും കൂട്ടിപ്പിടിച്ച് സ്നേഹിച്ച് അവർക്കൊരു ജീവിതം കൊടുക്കുന്ന മാതാപിതാക്കളെ നമ്മൾ എത്രയോ കൂടുതലായി സ്നേഹിക്കണം. കാരണം നമ്മളെ മുമ്പിൽ ഇതേമാതിരി സംഭവിച്ചാൽ നമ്മളെങ്ങനെ ഇരിക്കും അതാരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല, എത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സലാം കാണും. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ സഫറുദ്ദീനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ, MLA, മറ്റ് സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പിന്നെ എന്നെ വീക്ഷിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ഇപ്പം ഇന്ന് ലോക സോഷ്യൽ ജസ്റ്റിസ് ഡേ ആയിട്ട് എനിക്കിങ്ങനെ ഒരു ആദരവ് ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പം ഇതിന് മുൻകൈയെടുത്ത മലയാളം ന്യൂസ് നെറ്റ്വർക്കിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇപ്പം ഈ സാമൂഹ്യ നീതി എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ 1-2 വിഭാഗങ്ങളാക്കിയിട്ട് തിരിച്ചിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിലിപ്പം എനിക്ക് ഈ ഒരു ആദരവ് കിട്ടിയതിന് അവർ കണ്ടെത്തിയത് എന്ന് ഞാൻ കരുതുന്നത്, ഞാനൊരു 13 കൊല്ലമായിട്ട് കേരള സർക്കാരിൻ്റെ പദ്ധതിയായ അക്ഷയ കേന്ദ്രം നടത്തി വരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നു. ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങിയ കാലം മുതൽ രാവിലെ 9 മണി തൊട്ട് ഏതാണ്ട് രാത്രി 9:30-10 മണി വരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. കൊറോണയുടെ ഫസ്റ്റ് ലോക്ക്ഡൗൺ വരെയും ഞാൻ അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തത്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിലുപരി ഒരു എന്താ പറയുക, നമ്മുടെ മുമ്പിൽ വരുന്ന ആൾ അവരുടെ ആവശ്യം നേടിപ്പോകുമ്പോൾ അവരുടെ മനസ്സിൽ കാണുന്ന, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു സംതൃപ്തി, അത് തരുന്ന ഒരു സന്തോഷം നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ, മക്കളെ നീ ചെയ്ത് തന്നത് കാരണം എനിക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പെൻഷൻ കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന കാര്യം കൃത്യമായിട്ട് കിട്ടി എന്ന് അവർ പറയുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി, അല്ലെങ്കിൽ അതൊരു ആത്മസംതൃപ്തി, ഇതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ 10 കൊല്ലമായി അനുഭവിച്ച് വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞാലിക്കുട്ടി വഴി ഇംപ്ലിമെൻ്റ് ചെയ്ത ഈ ഒരു അക്ഷയ പ്രോജക്റ്റ്, അത് ജനങ്ങളിലേക്ക് ഇത്രയും നല്ല രീതിയിൽ എത്തിക്കാൻ
തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പലതും പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത്, മനഃപൂർവ്വമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളുമല്ല. എന്നാലും കുറ്റമറ്റ രീതിയിൽ, നല്ല രീതിയിൽ എനിക്ക് ഇന്ന് ഈ ദിവസം വരെയും എനിക്കത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു. ഞാനിന്നിപ്പോൾ വരുന്നതും ഇന്നൊരു ദിവസം ഫുൾ അവധിയായിട്ടല്ല, ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനെ ഒരു വിഭാഗം. അപ്പോൾ ഇത് ഞങ്ങളെ ഭാഗത്തുള്ള നല്ലൊരു സെക്ടറിനെ കുറിച്ച് ഞാൻ പറയുന്നതാണ്. ഇനി മറ്റൊരു ഭാഗം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ സർക്കാർ നിയമപ്രകാരം 3 നിലയ്ക്ക് മുകളിൽ നിർമ്മാണം വന്നാൽ മാത്രമാണ് ലിഫ്റ്റ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് താഴോട്ടുള്ള നിലകളിൽ ഒരു ഭിന്നശേഷിക്കാരൻ, അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺ, അല്ലെങ്കിൽ ഒരു ഗർഭിണിയായ വനിത എങ്ങനെ കയറും? 1ാമത്തെ നിലയിൽ എങ്ങനെ പോവും? 2ാമത്തെ നിലയിൽ എങ്ങനെ പോവും? ഈ 2ാമത്തെ നിലയിലും 1ാമത്തെ നിലയിലും പ്രവർത്തിക്കുന്ന ബാങ്കുകളുണ്ട്, സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. ഇവിടേക്ക് എങ്ങനെ പോകും? അപ്പം അതിന് സർക്കാർ സംവിധാനങ്ങൾ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നൊരു അപേക്ഷ എനിക്കുണ്ട്. എന്ന് കരുതി സാമൂഹ്യനീതി വകുപ്പ് പ്രകാരം ആ ഒരു ചിന്ത പ്രകാരം ഉണ്ടായ ഉന്നതികളില്ല എന്ന് പറയുന്നില്ല. ആ ഒരു വിഭാഗം, അങ്ങനൊരു നിയമം ഉണ്ടായത്, അല്ലെങ്കിൽ അങ്ങനൊരു തീരുമാനം ഉണ്ടായതുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിന് ഇപ്പോൾ സമൂഹത്തിൽ അത്യാവശ്യം മര്യാദയായ രീതിയിൽ നടക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായത് ഈ ഒരു കാരണം കൊണ്ടാണ്, കുട്ടികൾക്ക് സംരക്ഷണം ഉണ്ടായത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് നല്ല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്, അതിലുപരി ഇങ്ങനെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷേ അത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാലും എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നതിൽ ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് നേരുന്നു. എനിക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ജയാഡാളി മാം, ഞാൻ പഠിച്ച് വളർന്ന സ്ഥാപനത്തിലെ ഒരുപാട് സീനിയറായിട്ടുള്ളൊരു മാഡം, ഞങ്ങളുടെ മെൻറ്ററെന്നോ അല്ലെങ്കിൽ മോട്ടിവേറ്ററെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാവുന്നൊരു ചേച്ചിയാണ്. ഞങ്ങൾ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ബോർഡിങ്ങിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ ചേച്ചി അവിടെ ഇല്ല. പക്ഷേ എനിക്ക് ചേച്ചിയെ പരിചയം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ഫോമുണ്ട്, അതായത് ഞങ്ങൾ പഠിക്കുന്ന ആ ഹോമിലെ ഡയറക്ടറുടെ പേര് ഞങ്ങൾ ഫോം ചെയ്ത ട്രസ്റ്റാണ്. ഞാൻ അതിലാദ്യം മെമ്പറായിരുന്നു. ആ സമയത്താണ് എനിക്ക് ചേച്ചിയായിട്ട് പരിചയം. അവിടെ നിന്നാണ് ഞാൻ ചേച്ചി ആ സ്ഥാപനത്തിലെ സീനിയർ ആയിരുന്നു എന്ന് തന്നെ അറിയുന്നത്. അപ്പം ഇന്ന് ഞാൻ ആ ഡോക്ടർ ജോൺസ് മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന സംഘടനയുടെ പ്രോഗ്രാം കോർഡിനേറ്ററാണ്. അതുവഴി ഞങ്ങൾക്ക് ഒരുപാട് ഭിന്നശേഷിക്കാർക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മാസവും ഞങ്ങളതിൻ്റെ വർക്കുകൾ ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് ഒരു താങ്ങായി, തണലായി, ഉപദേശകയായി, മെൻറ്ററായി ഒക്കെ ഉള്ളൊരു ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് ചേച്ചി ഔദ്യോഗിക പദവി എന്നതിലുപരി എനിക്ക് പരിചയമാണ്. ചേച്ചി എനിക്ക് എന്താ പറയുക, ചേച്ചിയാണ്. അതെ. അപ്പം അങ്ങനെ ഒരു ബഹുമാനവും ഒക്കെ ഞങ്ങൾ കാണുന്നതും ഒരുപാട്, ഞങ്ങളെപ്പോലെ ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷനായിട്ട് ഞങ്ങൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. അപ്പം എല്ലാവർക്കും, ഞങ്ങൾ നേരിട്ട് കാണുന്നവർക്കും അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത് കാണുന്നവർക്കും ഇതൊരു ഉത്തേജകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഈ സദസ്സിന് നന്ദി രേഖപ്പെടുത്താൻ ശ്രീ സുനിൽ എസിനെ ക്ഷണിക്കുന്നു. സാമൂഹിക നീതി ദിനമായ ഇന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്കിൻ്റെ ഭാരവാഹികൾ നടത്തി വരുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം പറയാനെത്തിയ നമ്മുടെ വിശിഷ്ടാതിഥി KV രാജേന്ദ്രൻ അവർക്ക് എൻ്റെ പേരിലും IHRC എന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ആരാധ്യയായ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ്റെ അധ്യക്ഷ MP ജയാഡാളി മാഡത്തിനെയും എൻ്റെ പേരിലും IHRC എന്ന ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയുടെ
നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ ആരാധ്യനായ MLA IB സതീശൻ അവർക്കും എൻ്റെ പേരിലും IHRC എന്ന ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള മിനിമം വേജസിൻ്റെ ബോർഡംഗം KS സനൽകുമാറിനും എൻ്റെ പേരിലും IHRCയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അഖിലതന്ത്രി പ്രചാരക സഭയുടെ ദേശീയ ചെയർമാൻ ബ്രഹ്മശ്രീ ഡോക്ടർ MS ശ്രീരാജ് കൃഷ്ണൻ പോറ്റിക്കും എൻ്റെ പേരിലും IHRCയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ACB ബ്യൂറോ ചീഫ് അജിത് കുമാർ അവർക്കും എൻ്റെ പേരിലും IHRCയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇവിടെ ആശംസ പറയാനെത്തിയ നമ്മുടെ അമ്മ ഹോം കെയറിൻ്റെ ഡയറക്ടർ ഷീജ വേണുഗോപാലിനും എൻ്റെ പേരിലും IHRCയുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ആംബുലൻസ് സർവീസ് നടത്തി വരുന്ന നമ്മുടെ രഞ്ജിത്ത് രാജനും എൻ്റെ പേരിലും IHRC എന്ന മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ സംഗമം ഗ്രൂപ്പിൻ്റെ MD ആയ ബഹുമാനപ്പെട്ട നമ്മുടെ അബ്ദുൽ സലാം സാറിനും എൻ്റെ പേരിലും IHRCയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയിൽ രൂപം കൊണ്ടതാണ് സാമൂഹ്യ നീതി ദിനം ആചരിക്കുന്നത്. അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിക്കുന്ന UN അഭിലഷണോട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയാണ് IHRCI, ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യ എന്ന മനുഷ്യാവകാശ സംഘടന. 2019 നമ്മുടെ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും 2022 മുതൽ ഇപ്പോൾ കേരളത്തിലും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയതായി നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ ഓരോ മനുഷ്യനും ജനിക്കുമ്പോഴും സ്വതന്ത്രമായി ജനിക്കുന്ന ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിലായിരുന്നാലും നമ്മുടെ സമൂഹത്തിലായിരുന്നാലും കക്ഷി രാഷ്ട്രീയം നോക്കിയാണ് സ്വാതന്ത്ര്യവും അവിടെ പുരോഗമന ചിന്തയും ഉണ്ടാകുന്നത്. സമൂഹത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ജാതി മതവർണ്ണ വർഗ വിവേചനം കൂടാതെ കക്ഷി രാഷ്ട്രീയം കൂടാതെ നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന IHRC എന്ന ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേരിലും ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ പേരിലും ഈ സഭയിലെത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്കാരം.